നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ ആ പാട്ടിൻ്റെ അതിഥിയുമായി ഇന്നും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കൂട്ടിനൊരു പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കണം. ഇന്നത്തെ പാട്ടുകാരിയോ പാട്ടുകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണം. അതിഥിയുടെ വിശേഷങ്ങൾ കേൾക്കണം. എല്ലാം എനിക്കറിയാം. അപ്പോൾ വേഗം വിളിക്കുക. ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാം, നമുക്ക് വിശേഷം സംസാരിക്കാം. അതിനുള്ള നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വേഗം വിളിച്ചോളൂ. അഥവാ വിളിക്കാൻ ഇന്ന് കഴിയാതെ പോകുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എപ്പിസോഡൊക്കെ മിസ്സായി പോയാലും വിഷമിക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കൂട്ടിനൊരു പാട്ട് അവൈലബിൾ ആണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് പഴയ എപ്പിസോഡുകൾ കാണാം. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഞങ്ങളോട് കൂട്ടുകൂടാം. അതും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ അതിഥി ഒരുപാട് സർപ്രൈസ് ഒന്നും വെക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു തൊഴിലിടം സംഗീതമല്ല. പക്ഷേ ജീവിതത്തിലുടനീളം സംഗീതം കൊണ്ട് നടക്കുന്ന ഒരു അധ്യാപികയാണ് എന്നോടൊപ്പം ഉള്ളത്. തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ പാർവതി മേനോനാണ് ഇന്നത്തെ എൻ്റെ അതിഥി. സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങളുടെ കൂട്ടിനൊരു പാട്ട് കാണാറുണ്ടോ? ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്. ടീച്ചർ ആയതുകൊണ്ട് കുറേ തിരക്കുണ്ടാവും അറിയാം അല്ലേ? കുട്ടികളും കോളേജും ഒക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ പ്രോഗ്രാമിന്. ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഓരോ ദിവസവും ആരായിരിക്കും അതിഥിയായിട്ട് വരുന്നത്, ആളുടെ പ്രത്യേകത എന്തായിരിക്കും, എന്തൊരു സെലക്ഷൻ ആയിരിക്കും അവർക്കുള്ളത്, വലിയ ആകാംക്ഷയാണ് നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പോൾ അവരെ എല്ലാവരും അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാറുണ്ട്. ടീച്ചറും അപ്പോൾ അതുപോലെ അല്ലേ, അവർ ചോദിക്കുന്ന പാട്ടുകളൊക്കെ പാടിക്കൊടുത്തും കുറേ പാട്ട് വിശേഷങ്ങളും കുടുംബ വിശേഷങ്ങളും പ്രൊഫഷണൽ വിശേഷങ്ങളും ഇട്ട് നമുക്കൊരു കുറച്ച് സമയം ചെലവഴിക്കാം. എന്തായാലും ടീച്ചർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൂട്ടിനൊരു പാട്ടിലേക്ക്. നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു പാട്ടിലൂടെ അവരെ നമ്മൾ വെൽക്കം ചെയ്യണതാണ്. തീർച്ചയായും. ഏത് പാട്ടാണ് ടീച്ചർ അങ്ങനെ കരുതിയിരിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ, മാധുര്യമ്മയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാടിയാലോ? തീർച്ചയായിട്ടും. ശരി. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. എന്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചബാണന്റെ കളിത്തോഴൻ, എന്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചബാണന്റെ കളിത്തോഴൻ, കണ്ണിനാകെ കതിരൊളി വീശി വന്നു കയറിപ്പോയി, കണ്ണിനാകെ കതിരൊളി വീശി വന്നു കയറിപ്പോയി, പാ മപനി പാ ഗ ഗ ഗ മരെ സ മരെ പാ നീ ധ നീ സ മരെ നീ സ നി ധ നി നി സ നി നി മ പ ഗ മരെ സ നി സ മരെ പ മ പ നി ധ നി നി സ നി രി ഗ മരെ സ നി ധ നി നി സ നി പ മ പ മരെ സ മരെ പ മ നി ധ നി സ മരെ പ ഗ മരെ സ രി രി നി സ നി പ മ മ പ നി ധ നി നി സ മ പ നി ധ നി നി സ മ പ നി ധ നി നി സ, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച
സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട് പൊന്നിലഞ്ഞികൾ പന്തലൊരുക്കി കർണികാരം താലമെടുത്തു പൊന്നിലഞ്ഞികൾ പന്തലൊരുക്കി കർണികാരം താലമെടുത്തു പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ പുഞ്ചിരി തിരി നീട്ടി പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ പുഞ്ചിരി തിരി നീട്ടി ആ ആ ചാലിച്ച സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. ഗംഭീരം. എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അവരെ സ്വീകരിച്ചത് ഒരു ഗംഭീര പാട്ട്. ഇതാ എന്ത് രസമായിരുന്നറിയോ, ഞാനിങ്ങനെ കണ്ണടച്ച് കേട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരൊരു ഒരു സംഭവമായിരിക്കും ആ കുട്ടികൾക്ക് അല്ലേ. ക്ലാസ്സിൻ്റെ ഒരു നമ്മളെ ചരിത്രമാണല്ലോ, ചിലപ്പോൾ കുറച്ച് മടുക്കും, കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മുടെയൊക്കെ സബ്ജക്റ്റുകൾ കുറച്ച് പെട്ടെന്ന് മടുക്കാൻ സാധ്യതയുള്ളത്. എനിക്ക് തോന്നുന്നു ടീച്ചർ ഈ പാട്ട് വെച്ചായിരിക്കും മ്യൂസിക് കൂടെ പഠിപ്പിക്കാറുണ്ട്, പ്രത്യേകിച്ച് നാഷണൽ മൂവ്മെന്റ് ഒക്കെ. മ്യൂസിക് ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ, അപ്പം മ്യൂസിക് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാക്കാറുണ്ട്. വ്യത്യസ്തമായ ഒരു ടീച്ചിങ് ടൂൾ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. ഇന്റഗ്രേറ്റഡ് ലേണിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുമെങ്കിലും ഇത് ശരിക്കും ഒരു അങ്ങനെ ഒരു സാധനം ടീച്ചറിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു കോളർ ഉണ്ട്. പാട്ട് കേട്ടിട്ട് എന്തായാലും വിളിക്കാണ്ടിരിക്കില്ല. നോക്കാം ആരാന്ന്. ഹലോ ഹലോ, സ്വാഗതം കൂട്ടിനൊരു പാട്ടിലേക്ക്. വെൽക്കം വെൽക്കം. ആരാണ്? ഗുരുവായൂർ. അപ്പൊ സ്വാഗതം ചേട്ടാ, എന്താണ് വിശേഷം? നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്റെ കൂടെ പാർവതി ടീച്ചർ ആണെന്നുള്ളത്. ടീച്ചറിനോട് പാട്ട് ചോദിക്കും. പാട്ട് കേട്ടോ? ആദ്യത്തെ പാട്ട് ഇഷ്ടായില്ലേ? സ്ഥലം കൗടിയാറ് തന്നെയാണ്. അതെ അതെ. ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഓ, അത് വലിയ സന്തോഷായി. അപ്പൊ എന്തായാലും സന്തോഷായിട്ടിരിക്കൂ, ആരോഗ്യമായിട്ടിരിക്കൂ. ഇനിയും വിളിക്കണം കൂട്ടിന്റെ ഒരു പാട്ടിലേക്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഗുരുവായൂരിനായിരുന്നു കോളർ. പൂർണ്ണമായും ടീച്ചർക്ക് വിട്ടുതന്നിരിക്കുകയാണ്. ടീച്ചറിന് ഇഷ്ടമുള്ള പാട്ട് പാടാന്ന്. ഇനി ഏതാ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് മനസ്സില് എന്തെങ്കിലും വന്നോ? അതെ അതെ, തമിഴ് വന്നു. എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. ആണല്ലേ? അതെ, എനിക്ക് തോന്നുന്നു തമിഴിനോട് കുറച്ച് ബന്ധമുണ്ട്. നമുക്ക് ആ കഥ പറയാം. അപ്പൊ ഈ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടിയിട്ട് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ. அடைமழை வரும் அதில் நனைவோமே, குளிர் காய்ச்சலோடு ஸ்நேகம், ஒரு போர்வைக்குள் இரு தூக்கம், குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்தும் கூட அன்பே மனமதையேதான் எதிர்பார்க்கும், எங்கேயும்
நம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும் வசீகர என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க முன் ஜன்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் நானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் നാനേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ വേറൊരു ഓണർ. എനിക്ക് തോന്നുന്നു എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്യും. എല്ലാ ജോണേഴ്സും ട്രൈ ചെയ്യാറുണ്ട്. വെരി ഗുഡ്. അക്കാഡമിക്സ് ഒന്ന് മാറി നിന്നിട്ടേ പാട്ടിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇത് വളരെ കുട്ടിക്കാലത്തെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിരുന്നു, പഠിച്ചു തുടങ്ങിയിരുന്നു. കുട്ടിക്കാലത്തെ പഠിച്ചു തുടങ്ങിയിരുന്നു. അമ്മ കൊച്ചിലെ പാട്ടൊക്കെ പറഞ്ഞു തരുമെന്ന് അമ്മ തന്നെ ട്യൂൺ ചെയ്ത്. അമ്മ ഒരു 10 വർഷത്തോളം പാട്ട് പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അമ്മ വീണ വായിക്കുമായിരുന്നു. അപ്പം അമ്മ കൊച്ചിലെ എന്നെ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ 3 വയസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ അന്നത്തെ ഒരു ഫേവറേറ്റ് സോങ് അത് പാടിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സമയത്തൊക്കെ ലളിത ഗാനങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അമ്മ തന്നെ ഞാൻ പറഞ്ഞല്ലോ ട്യൂൺ ചെയ്ത് കമ്പോസ് ചെയ്ത് പാട്ടുകൾ. പിന്നെ 4th സ്റ്റാൻഡേർഡ് മുതലാണ് ശരിക്കും കർണാട്ടിക് മ്യൂസിക് അഭ്യസിച്ചത്. അപ്പോൾ അമ്മ പക്ഷേ ഒരു സ്ട്രോങ് ഹോൾഡ് കാണാനുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും പുതിയ നമ്മൾ പറയുന്നത് കുട്ടിക്കാലത്തെ അമ്മ തുടങ്ങി വെച്ചു, പിന്നെയും പഠിക്കുന്നുണ്ടായിരുന്നു. എവിടെ വെച്ചിട്ടാണ് കരിയർ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഹിസ്റ്ററി അങ്ങനെ പഠിക്കുന്നു എന്നാൽ മ്യൂസിക് ഇത്ര ഇഷ്ടമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡൈവേർഷൻ ഉണ്ടായത്? ആക്ച്വലി അമ്മയ്ക്ക് ഞാൻ മ്യൂസിക് മെയിൻ എടുത്ത് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് ലിറ്ററേച്ചറിനോടായിരുന്നു താല്പര്യം. അങ്ങനെ ഞാൻ സ്കൂളിംഗ് സെൻറ്റ് റിസസിലായിരുന്നു. 4th തൊട്ട് 10th വരെ പ്രീ ഡിഗ്രി അവിടെയായിരുന്നു. അപ്പോൾ അവിടെ 5th ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. പക്ഷെ അവിടെ ലിറ്ററേച്ചർ അവിടെ എനിക്കൊരു മാം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിപ്പിച്ച ആനി ചാക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാമിൻ്റെ ബ്രിട്ടീഷ് ഹിസ്റ്ററി ക്ലാസ്സസ് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞത്. അവിടെ ട്വിസ്റ്റ്. അപ്പോൾ മാമിനാണ് ഈ അതിനുള്ളൊരു കയ്യടി അവകാശപ്പെട്ടത് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് കോളർ ഉണ്ട്, ആരാ നോക്കിയിട്ട് ബാക്കി വിശേഷം പറയാം. ഹലോ ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആനി മാം അല്ലേ? ആനി ചാക്കോ മാം. ഓക്കെ ഫൈൻ. എന്തായാലും കേൾക്കുന്ന അല്ലെ അവർക്ക് വേണ്ടപ്പെട്ടവരോടും ആദ്യം അവർക്കൊക്കെ സന്തോഷമാണെന്നുണ്ടാവും. അങ്ങനെ ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞു. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ കാലത്തിന്റെ കുറെ ഭാഗം തമിഴ്നാടാണ്. തിരുവനന്തപുരംകാരിയാണെങ്കിലും തമിഴ്നാടാണ്. എങ്ങനെയായിരുന്നു അവിടേക്ക് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടാവുമല്ലോ? പറയാം. ആക്ച്വലി എനിക്ക് അവിടെ വിമൻസ് ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഡിഗ്രിക്ക്. പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ നിർമ്മല കോളേജിലാണ് ഗ്രാജുവേഷൻ ചെയ്തതും. അവിടെ എനിക്ക് ആക്ച്വലി ആദ്യത്തെ ഗുരു എന്ന് പറയുന്ന സ്വർണം പശുപതി എന്ന് പറഞ്ഞ മാമാണ് സ്കൂളിൽ 4th സ്റ്റാൻഡേർഡിൽ. പിന്നീട് കോയമ്പത്തൂര് മീന സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു മാം MLVയുടെ ശിഷ്യായിരുന്നു. അപ്പോൾ പിന്നെ മധുരയിലായിരുന്നു എൻ്റെ ഫാദറിന് ട്രാൻസ്ഫർ. അപ്പോൾ എനിക്ക് വേണ്ടി ഫാദർ ഇങ്ങനെ തമിഴ്നാട്ടിൽ തന്നെ ട്രാൻസ്ഫർ വാങ്ങിക്കുമായിരുന്നു. ഒരുപാട് എൻകറേജിങ് ആയിരുന്നു എൻ്റെ പേരൻസ് പാട്ട് പഠിക്കാനും പിന്നെ ചെന്നൈയിലെ ഹയർ സ്റ്റഡീസിനും. അതെ. അപ്പോൾ MAക്ക് ചേർന്നപ്പോൾ ലേഡി ഡു കോളേജിൽ അവിടെ ഒരു കോവൈ ശിവരാമകൃഷ്ണൻ സാറായിരുന്നു. പിന്നീട് MPhil ചെയ്തത് മദ്രാസിലാണ്. അപ്പോഴാണ് മദ്രാസിലേക്ക് ശരിക്കും വന്നത് 92-93 സമയത്ത്. അപ്പോൾ പത്മഭൂഷൺ PS നാരായണസ്വാമി സാറിൻ്റെ കീഴിൽ പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നീട് ആഫ്റ്റർ മാരേജ് ആണ് 95ലാണ് ഇങ്ങോട്ടേക്ക് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വിശേഷം കേൾക്കാം. ഇപ്പൊ ഒരു കോളർ. ഹലോ ഹലോ, സ്വാഗതം കൂട്ടിനൊരു പാട്ടിലേക്ക്. ആരാണ്? മൈസൂർ. ഓ നമസ്കാരം. എന്താണ് മൈസൂര് വിശേഷങ്ങൾ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കൂട്ടിനൊരു പാട്ട് കാണുന്നുണ്ട്, എന്നും കാണുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അതിഥിയെ കണ്ടല്ലോ. ചേട്ടാ എന്ത് ചെയ്യുന്നു? ശരി ശരി. അപ്പൊ ഏത് പാട്ടാണ് ചേട്ടാ ഇന്ന് കേൾക്കേണ്ടത്? ഒന്നിനി ശ്രുതി താഴ്ത്തി. ശരി, അപ്പൊ നമുക്ക് നോക്കാം ചേട്ടാ. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കുക കൂട്ടിനൊരു പാട്ടിലേക്ക്. സന്തോഷം വിളിച്ചത്. അപ്പോൾ വേണ്ടിട്ടൊരു എന്താ അതിന്റെ ഒരു ഓർമ്മ കൂടിയാണ് അല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്താലോ, ചേട്ടന് ഒരു ട്രിബ്യൂട്ട് ശരദിന്ദു മലർദീപ പാടി. ഉറപ്പായിട്ടും. മറ്റേ പാട്ട് എനിക്ക് അധികം വശമില്ല.
ശരദിന്ദുമലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ശരദിന്ദുമലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ. മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. താങ്ക് യു സോ മച്ച്. ഇതുവരെ കാണാത്ത കരയിലേക്ക് അദ്ദേഹം പോയെങ്കിലും ശബ്ദം കൊണ്ട് ബാക്കി വെച്ച് പോയ ആ ശബ്ദം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കും അല്ലേ, വരുന്ന എല്ലാ തലമുറയും വിസ്മയിപ്പിക്കും. എന്തായാലും അദ്ദേഹത്തിന് ഒരു അർഹമായ ആദരം കൂടിയാണ് ആ പാട്ട്. അതിൻ്റെ ലിറിക്സ് അതിനേക്കാൾ ഗംഭീരമായ ലിറിക്സാണ്. ഒരുപാട് പേര് ആ ദിവസങ്ങളിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ ഹോണ്ട് ചെയ്തത് ഈ ഒരു ലിറിക്സും ഈ മ്യൂസിക്കും ആയിരിക്കും. അപ്പോൾ നമ്മൾ പാട്ടിൻ്റെ വിശേഷങ്ങൾ, മദ്രാസിലെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞത്. നമ്മുടെ ഹയർ സ്റ്റഡീസും മ്യൂസിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പാട്ട് പഠിച്ചിരുന്നു, അതുപോലെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും പാട്ട് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുട്ടികളൊക്കെ ആയി. പിന്നെ മ്യൂസിക് അങ്ങനെ പഠിക്കാനുള്ള ഒരു സന്ദർഭമില്ല. കാരണം ഞാൻ പിന്നെ വർക്ക് ചെയ്തിരുന്നു കുറച്ച് നാൾ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ കവടിയാർ ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഓൾ സെയിൻസ് കോളേജിൽ ഒരു ഇപ്പോൾ 16 ഇയേഴ്സ് ആവുന്നു. ഇപ്പോൾ ജൂലൈ ആകുമ്പോൾ 16 ഇയേഴ്സ് ആവുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ക്ലാസ് ട്രെയിൻഡ് ആയി. പിന്നെ ടീച്ചിങ് പ്രൊഫഷനും കൂടെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു വോയിസ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ കർണാട്ടിക് മ്യൂസിക് അധികം പെർസ്യൂ ചെയ്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ബേസ് ഇപ്പോഴും തോന്നുന്നു. ഇനിയിപ്പോ ഒന്നുകൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ പോലും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാ തോന്നുന്നു. അപ്പൊ നമുക്കൊരു കോളർ ഉണ്ട്, ആരാ നോക്കി വരാം. ഹലോ ഹലോ, സ്വാഗതം കൂട്ടുകാരി പാട്ടിലേക്ക്. നമസ്കാരം. കുശലകുമാരി ആന്റി, എന്താണ് അതിന്റെ വിശേഷങ്ങൾ? സന്തോഷം സന്തോഷം. ഇപ്പൊ എന്റെ കൂടെ പാർവതി ടീച്ചറാണ് ഉള്ളതെന്ന് അതിഥിയായിട്ട്. കണ്ടോ, പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നോ? പാട്ട് കേൾക്കും, ഞങ്ങളെന്നും കാണുമല്ലോ. ആ, അപ്പൊ ചോദിക്കൂ ഏതാ പാട്ടാ കേൾക്കേണ്ടത്? എനിക്കൊരു ഡിവോഷണൽ സോങ് ആണ്. The person you are speaking with has put your call. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് കോൾ കട്ടെ. ഡിവോഷണൽ സോങ് എന്നാണ് ഉദ്ദേശിച്ചത്, ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അങ്ങനെയാണ് കേട്ടത്, ഡിവോഷണൽ സോങ്. അപ്പൊ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും രണ്ടുപേരും ഏതെങ്കിലും? കരുണ ചെയ്വാനന്ദു താമസം കൃഷ്ണ കഴലിന കൈ തൊഴുന്നേ കരുണ ചെയ്വാനന്ദു താമസം കൃഷ്ണ. എന്തായാലും ഇത് ആൻറ്റിക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ഒരുപാട് പ്രേക്ഷകർ ഡിവോഷണൽ സോങ് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്കും എന്തായാലും ഇത് ഇഷ്ടമായിട്ടുണ്ടാകും. നമ്മൾ പാട്ടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു വന്നപ്പോൾ പഠിച്ച കാര്യം പറഞ്ഞു, മദ്രാസിലേക്ക് പോയി. ഞാനപ്പോൾ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത്, ഇപ്പോൾ അവിടെയും ഇവിടെയും നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെ പഠിച്ചില്ല എന്ന് പറഞ്ഞു. എങ്കിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ പാട്ടിൻ്റെ കാര്യത്തിൽ? പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നതിലുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസ് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ കർണാട്ടിക് മ്യൂസിക്കിന് താല്പര്യം കൂടുതലാണ് എല്ലാവർക്കും പൊതുവെ. അവിടുത്തെ ഓഡിയൻസിനും കർണാട്ടിക് കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അത് മാറി വരുന്നുണ്ട് ഇപ്പോൾ ട്രെൻഡ്. അവിടെ ഈ മ്യൂസിക് അക്കാഡമി പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ആനുവൽ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കാറുണ്ട്, ഇവിടുത്തെ ഫെസ്റ്റിവൽസ് പോലെ തന്നെ. പിന്നെ എനിക്ക് വലിയൊരു എന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ ടൈമിലായിരുന്നു ഇവിടെ കർണാട്ടിക് മ്യൂസിക് അഭ്യസിച്ചത്. ഇപ്പോൾ കൂടുതലും കോളേജ് ടൈമിലത്തെ കാര്യങ്ങൾ എനിക്ക് വലിയ ഓർമ്മയുള്ളൂ. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി വരെ സ്വർണ്ണ ആൻറ്റിയുടെ അടുത്താണ് പഠിച്ചത്. പക്ഷേ സ്വർണ്ണ ആൻറ്റി
തമിഴ് സ്റ്റൈലിൽ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സ്വർണം പശുപതി എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ ഗുരു. അപ്പോൾ വലിയൊരു ഡിഫറൻസ് എനിക്ക് എൻ്റെ ഇതിൽ തോന്നിയിട്ടില്ല. പക്ഷെ തമിഴ്നാട്ടിലാണ് ബെറ്റർ കർണാട്ടിക്. എൻ്റെ ചില ഫ്രണ്ട്സ് എൻ്റെ കൂടെ പാടിയിട്ടുണ്ടായിരുന്ന ഒരു സംഗീത ശിവകുമാർ എന്ന് പറഞ്ഞ കൊച്ചിയിലെ കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിട്ടുള്ള സംഗീത, പിന്നീട് ചെന്നൈ പോയാണ് ഷീ ബിക്കെയിം വെരി ഫേമസ്. ആൻഡ് ദെൻ സംഗീത, പിന്നെ TM കൃഷ്ണ എന്ന് പറഞ്ഞൊരു മ്യൂസിഷ്യനെ. അപ്പോൾ എന്തായാലും ഈ വിശേഷം നമ്മൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു ഹിന്ദി പാട്ട് കേൾക്കണം എന്നുണ്ട്. അതിന് മുന്നേ ഒരു കോളർ ഉണ്ട്. ആരാ നോക്കാം? ഓക്കെ, ഹലോ ഹലോ, സ്വാഗതം കൂട്ടിനൊരു പാട്ടിലേക്ക്. എന്താണ് കൊല്ലത്തെ വിശേഷങ്ങൾ, പറയൂ. നല്ല വിശേഷം. നല്ല വിശേഷം. അപ്പൊ എന്റെ കൂടെ അതിഥിയുണ്ട്, പാർവതി ടീച്ചറാണ്. ടീച്ചറുടെ പാട്ടിലേക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ പാടുന്ന ടീച്ചർ. താങ്ക് യു സോ മച്ച് സർ. ഏത് പാട്ടാ ചേട്ടാ കേൾക്കേണ്ടതെന്ന്? എനിക്ക് കേൾക്കേണ്ടത് നമ്മുടെ ഇരുവരുടെ പേര് ഓർമ്മയില്ല, എന്റെ ഓർമ്മയിൽ ദേവി കന്യാകുമാരിയിലാണെന്ന് തോന്നുന്നു. ഇതിലെ കണ്ണ ആലിലെ കണ്ണ എന്നുള്ള പാട്ട്. കണ്ണ ആലിലെ കണ്ണ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. അതെ അതെ അതെ. അപ്പൊ കൂട്ടിനൊരു പാട്ട് എന്നും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലുമൊക്കെ എപ്പിസോഡ് മിസ്സായാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും കാണാം. ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയും വിളിക്കുക, പാട്ട് ചോദിക്കുക. ഒരുപാട് സന്തോഷം ഞങ്ങളെ വിളിച്ചത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പൊ ആ പാട്ട് എങ്ങനെയാ? അത് കണ്ണ ആലിലെ കണ്ണ എനിക്ക് അത്ര അറിയില്ല. അപ്പം കണ്ണനെ കുറിച്ചൊരു കർണാട്ടിക് സോങ് ആയാലോ? നമുക്ക് അത് കേട്ടിട്ട് മുരളീധര എന്ന് പറഞ്ഞ മാണ്ടി രാഗത്തില് ഒരു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ച എന്റെ ഹിന്ദി പാട്ട് മറക്കണ്ട. ഓ ഷുവർ. മുരളീധര ഗോപാല, മുരളീധര ഗോപാല, മുകുന്ദ ശ്രീ വൈകുണ്ഠ, മുരളീധര ഗോപാല, മുകുന്ദ ശ്രീ വൈകുണ്ഠ, മുരളീധര ഗോപാല. കരുണാകര കമല നയന, കരുണാകര കമല നയന, കരുനീലമുകിൽ വണ്ണ, കരുണാകര കമല നയന, കരുനീലമുകിൽ വണ്ണ, മുരളീധര ഗോപാല, മുകുന്ദ ശ്രീ വൈകുണ്ഠ, മുരളീധര ഗോപാല, മുരളീധര ഗോപാല, മുരളീധര ഗോപാല, ഗോപാല ഗോപാല. വെരി ഗുഡ് ടീച്ചർ. ഈ പറഞ്ഞ പോലെ ടീച്ചിങ്ങിലേക്ക് മാറിയതിന് ശേഷം തീർച്ചയായിട്ടും പ്രൊഫഷണൽ ലൈഫ് വളരെ ബിസി ആയിരിക്കും. കോളേജിൻ്റെ ആക്ടിവിറ്റീസ്, പിന്നെ വീട്ടിൽ വരുമ്പോഴും നമുക്ക് അവിടെയും കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പ്രാക്ടീസ് മുടങ്ങാതെ നടന്നിരുന്നോ? ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. പ്രാക്ടീസ് ചെയ്യാറില്ല എന്ന് പറയാൻ പാടില്ല, പക്ഷേ അതിന് സമയം കിട്ടാറില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒരു 2 വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും സാരംഗ എന്നാണ് പേര് യൂട്യൂബ് ചാനൽ. രാഗത്തിൻ്റെ പേരാണ് സാരംഗ. അപ്പോൾ പഴയൊരു പ്രിൻസിപ്പിളാണ് മോട്ടിവേറ്റ് ചെയ്തത്, ദീപ മാം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ. അപ്പം അതുവരെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും ഒരു പാട്ടെങ്കിലും അതിൽ അപ്ലോഡ് ചെയ്യും. അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഇത് എന്താ പറയുക ഈ ചാനൽ തുടങ്ങാൻ സഹായിച്ചതും കൊണ്ടുപോകുന്ന മാനേജ് ചെയ്തു, മീനാക്ഷി മോഹൻ എന്ന് പറഞ്ഞ. അങ്ങനെ അപ്പോൾ അതെന്തായാലും അതിനുവേണ്ടി ഒരു ട്രെയിനിങ് ഉണ്ട്. എന്തായാലും മാസത്തിൽ ഒരു പാട്ടെങ്കിലും, ഒരു പാട്ട് പല ജോണേഴ്സിലും പാടുന്നുണ്ട്. അതും ഒരു ട്രെയിനിങ് ആയി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഒരു ഹിന്ദി പാട്ട് കേട്ടതിന് ശേഷം അജീബ് ദാസ്തയെ പാടാം. പഴയ പാട്ടാണ്. എനിക്ക് പഴയ സോങ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ. अजीब दास्तां है, कहाँ शुरू कहाँ खत्म,
ये मंजिलें है कौन सी, न वो समझ सके न हम, अजीब दास्तां है, कहाँ शुरू कहाँ खत्म, ये मंजिलें है कौन सी, न वो समझ सके न हम, ये रोशनी के साथ क्यों धुआं उठा चिराग से, ये रोशनी के साथ क्यों धुआं उठा चिराग से, ये ख्वाब देखती हूँ मैं कि जग पड़ी हूँ ख्वाब से, अजीब दास्तां है, कहाँ शुरू कहाँ खत्म, ये मंजिलें है कौन सी, न वो समझ सके न हम. എന്തായാലും അതും ഗംഭീരമായി. ടീച്ചർ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു എന്നെ കുട്ടികൾ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കരമായി കുട്ടികളുമായിട്ട് വളരെ മിങ്കിൾ ചെയ്യുന്ന ഒരു അധ്യാപികയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ വരുമ്പോൾ പോലും കൂടെ കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളുടെ വിശേഷം, കോളേജ് വിശേഷങ്ങളാണ് എനിക്ക് കേൾക്കേണ്ടത്. പക്ഷേ അതിനു മുമ്പ് ഒരു കോളറെ ആരാന്ന് നോക്കിയിട്ട് വരാം. ഹലോ ഹലോ ഹലോ, സ്വാഗതം കൂട്ടിനൊരു പാട്ടിലേക്ക്. ഞങ്ങളെ കൊറേ കാലമായി ട്രൈ ചെയ്യാറുണ്ട്, കിട്ടാറില്ല. ആണോ? എന്റെ ഭർത്താവ് ബാലകൃഷ്ണൻ എന്നും കാണാറുള്ള പ്രോഗ്രാമാണ്. താങ്ക് യു സോ മച്ച്. ഇഷ്ടമാണ്. ആന്റി എവിടുന്നാ വിളിക്കുന്നത്? ചെന്നൈയിൽ നിന്നാണോ? ചെന്നൈന്ന്. വളരെ സന്തോഷം. എന്റെ പ്രിയപ്പെട്ട സ്ഥലമാണ് ചെന്നൈ. എന്റെ കൊച്ചുമകള് അദ്വൈത, അവളുടെ നിർബന്ധത്തിൽ അവളെ കുറെ നേരം ട്രൈ ചെയ്തോണ്ടിരുന്നത് കിട്ടിയതാണ്. ഒരുപാട് സന്തോഷം അദ്വൈത. ശ്രമം ഉപേക്ഷിച്ചില്ലല്ലോ, വിളിച്ചുകൊണ്ടേയിരുന്നല്ലോ. ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ടാണ് ആന്റി, ഒരുപാട് പേര് ഒരേ സമയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. എന്തായാലും കിട്ടിയതിൽ ഞങ്ങൾക്കും നിങ്ങളെക്കാൾ ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? മാധുര്യമ്മയുടെ പാട്ടാണ് കേൾക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ശ്രമിക്കാം. അങ്കിളിനോടും മോളോടും ഒക്കെ അന്വേഷണം പറയാ. സന്തോഷമായിട്ടിരിക്കൂ. ഇനിയും വിളിച്ചു നോക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് കാലം കാത്തിരുന്ന കോളേഴ്സാണ്. ഇങ്ങനെ ഒത്തിരി പേര് ഇപ്പോൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് പരാതി ഉണ്ടാവും. വിഷമിക്കരുത്, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളെപ്പോലെ ഒത്തിരി പേർ ഒരേ സമയം ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. എന്തായാലും കിട്ടും. ഒരു ദിവസം നമുക്ക് സംസാരിക്കാം, പാട്ട് കേൾക്കുകയൊക്കെ ചെയ്യാം. ഇനിയും വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കോളറായിരുന്നു നമുക്ക് ചെന്നൈയിൽ നിന്ന്. അതും താങ്കളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് അല്ലെ, പ്ലേസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ മാധുര്യമ്മയുടെ പാട്ടാ ചോദിച്ചേക്കുന്നത്. എന്താ ഉദ്ദേശം? മാധുര്യമ്മയുടെ പാട്ട് പാടണോ അതോ ചെന്നൈയിൽ ഒരു മലർകൾ കേട്ടേന്ന് പറഞ്ഞ പാട്ട് പാടണോ? തമിഴ് പാട്ട് പാടണോ? കേട്ടതിന് ശേഷം മാധുര്യമ്മ എന്തായാലും പാടിക്കൊടുക്കാം. തമിഴ് അറിയാവുന്ന ചേച്ചി ആയിരിക്കും. അപ്പം മലർകൾ കേട്ടേൻ വനമേ തന്തനെ, തണ്ണീർ കേട്ടേൻ അമൃതം തന്തനെ, മലർകൾ കേട്ടേൻ വനമേ തന്തനെ, തണ്ണീർ കേട്ടേൻ അമൃതം തന്തനെ, எதை நான் கேட்பின் எதை நான் கேட்பின் உனையே தருவாய், எதை நான் கேட்பின் உனையே தருவாய், மலர்கள் கேட்டேன் வானமே தந்தனே, தண்ணீர் கேட்டேன் அமிர்தம் தந்தனே, மலர்கள் கேட்டேன், மலர்கள் கேட்டேன், மலர்கள் கேட்டேன், மலர்கள் கேட்டேன், எதை நான் கேட்பின் உனையே தருவாய், க க க க மரி மகரி சனி ரே ச பம க ம த மகரி சனி ரி ச க ம ச நி ச த நி ம த க ம ரி க ச நி ச த நி ச ம க க நி
sa pa ma ma ga sa ni sa ga ma ga re ni da ma ma ga ma ga ma ga ma re ma ni re ni ga re ma ga re sa pa ma da ma ni da ni pa da ma da ga ma re ga sa malargal kette vaname tandane തണ്ണീർ കേട്ടേ അമൃതം തന്ദനേ. അങ്ങനെ ലയിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ പാട്ടും ഞങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും. ടീച്ചർ ഈ കോളേജിലേക്ക് വരുമ്പോഴേ കൺവെൻഷനലായ ഹിസ്റ്ററി ക്ലാസ്സസ് നടക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ മ്യൂസിക് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോളേജിൽ. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? അപ്പോൾ കോളേജിൽ ഒരു 10 വർഷം മുന്നേ ഹാർമണി ദ മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. അന്ന് ശ്രീറാം സാറാണ്, പ്ലേബാക്ക് സിംഗർ ശ്രീറാം സാറാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. വളരെ ആക്റ്റീവായിട്ട് ക്ലബ്ബ് പോകുന്നു. ഒരുപാട് കുട്ടികളുണ്ട്, 300 മെമ്പേഴ്സുണ്ട്. എല്ലാ കോളേജിലെ എല്ലാ പ്രോഗ്രാംസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഹാർമണി ക്ലബിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഒരു പരസ്പരം ഒരു കോമ്പറ്റീറ്റീവ് രീതിയിലല്ലാതെ നല്ല രീതിയിൽ ചേർന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹാർമണി ക്ലബ്ബ് തന്നെ ഞങ്ങൾ നാഷണൽ ലെവലിൽ കോമ്പറ്റീഷൻസ് നടത്തിയിട്ടുണ്ട് കോവിഡ് സമയത്തൊക്കെ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സിലബസിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. പുതിയൊരു അക്കാഡമിക് കൗൺസിലിന്റെ ഭാഗമായിട്ടല്ലേ സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്. അതെ അതെ, അതായത് ഒരു എക്സ്പ്ലോറിംഗ് ഇന്ത്യൻ ഹിസ്റ്ററി ത്രൂ മ്യൂസിക് എന്ന് പറഞ്ഞൊരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ഈ ബോർഡ് സ്റ്റഡീസിലായതുകൊണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇടയ്ക്ക് ഒരു വലിയ ഒരു ഇന്റർനാഷണൽ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ട് കണ്ടതാണ് ഈ ഭരണഘടനയും അതിന്റെ ചരിത്രവും സംഗീതത്തിന്റെ വഴികളും വെച്ച് അതിനെ ക്ലബ് ചെയ്തുകൊണ്ട് ഒരു ടോപ്പിക്. ഇത് ഇപ്പോൾ ടീച്ചറിന്റെ ഒരു ഐഡിയ ഞാൻ കേട്ടപ്പോൾ, നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് വളരെ ക്യൂരിയോസിറ്റി തോന്നി. അതൊരു ശരിയാണ്. നമ്മുടെ സംഗീതത്തിന്റെ ചരിത്രത്തിന് സ്വാഭാവികമായും നമ്മുടെ നാടിന്റെ ചരിത്രവുമായിട്ടൊരു ലിങ്ക് ഉണ്ടാവും. അതുവഴി മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലെ. ഇതിനെങ്ങനെയാണ് ഒരു ഓരോ കാലഘട്ടത്തിൽ ഇതെങ്ങനെയാണ് മാറി മാറി വന്നത്, അല്ല ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. എങ്ങനെയാ സിലബസിനകത്ത് ഇത് ചേർത്തിരിക്കുന്നത്? സിലബസിൽ അതൊരു സംഗീതത്തിന്റെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് മ്യൂസിക് ഒരു ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക് ഉണ്ട് അതിൽ. പിന്നെ ഫോക്ക് ട്രഡീഷൻസ് ഓഫ് ഇന്ത്യ ഉണ്ട്. ജനറൽ നാഷണൽ ഒരു ടോപ്പ് ലെവലാണ്. പിന്നെ വന്നിട്ട് മെഡീവൽ ഇന്ത്യ, അപ്പോൾ ഭക്തി സൂഫി മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഡിവോഷൻ കൂടെയാണല്ലോ, അപ്പം സോങ്സ് കൂടെയാണല്ലോ ഭക്തി ഡെവലപ്പ് ചെയ്തത്. അത് മീര ഭജൻസ് ഉണ്ട്. ഇപ്പോൾ സൂഫിസം ആണെങ്കിൽ ഇസ്ലാമിനെ റിഫോം ചെയ്യാനായിരുന്നു സൂഫിസം, അതും ഖവാലി സോങ്സിൽ കൂടെയൊക്കെ ആയിരുന്നു. പിന്നെ മുഗൾ പീരീഡിൽ അതുപോലെ താൻസേൻ അവരുടെ അതൊരു വലിയ എന്താ പറയട്ടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് തോന്നി. വളരെ കൗതുകം തോന്നി. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഇപ്പോൾ ഒരു കോളറുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ, സ്വാഗതം കൂട്ടിയൊരു പാട്ടിലേക്ക്. ഞാൻ ദിവാകരൻ തലശ്ശേരി. ഓ പറഞ്ഞോട്ടെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ക്ലൈമറ്റ് കുറച്ച് മാറിയില്ല. എനിക്ക് കോൾഡും എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ട്, പനിയും ജലദോഷവും ഒക്കെ ഉണ്ട്. ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നൊരു സമയമാണ്. പകല് വലിയ ചൂടാണല്ലോ, വൈറസ്. പിന്നെ അതുമല്ല, ഞാൻ ഇരുന്നിട്ട് കാലിക്കറ്റിലേക്ക് AC കാറിൽ പോയിട്ടില്ല, യാത്ര ചെയ്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ശരി. അപ്പൊ എന്തായാലും സുഖയില്ലായ്മയിലാണെങ്കിലും നമുക്കൊരു പാട്ട് കേൾക്കണമല്ലോ. ഏത് പാട്ടാ കേൾക്കണ്ടേ? അത് മേഡം ഞാൻ പറഞ്ഞുതരാം. അതുകൂടാണ്ട് മേഡം വളരെ മെലോഡിയസ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് പെർസാനെല്ലാം കറക്റ്റ് ആയിട്ട് നന്നായിട്ട് പാടും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. വളരെ സൂപ്പർ പോയിന്റ്, നല്ല പോയിന്റ്. താങ്ക് യു ചേട്ടാ, സന്തോഷം. ശ്രുതി ലയം താളം. ഞാനും പിന്നെ ധാരാളം ഗാനമേള നടത്തിയ ആളാ. ഓ ശരി. ഞാൻ ദൂരദർശൻ കൈകളിലെല്ലാം മുമ്പ് പാടിയ ആളാ. പാട്ട് ഞാൻ ഒരു 4 പാട്ട് സെലക്റ്റീവായിട്ട് പറയാം. വാസന്ത പഞ്ചമി നാളിൽ, അല്ലെങ്കിൽ ഉണരു ഉണ്ണിപ്പൂവേ, പൂന്തേനരുവി, ഉണരു വേഗം നീ തുമറാണി, എന്തെങ്കിലും പിന്നെ മനസ്സിൽ വെച്ച് ഏതെങ്കിലും ഒരു നല്ല മെലോഡിയെ. വളരെ സന്തോഷം, വളരെ സന്തോഷം. കാരണം ഒരുപാട് ഡെമോക്രാറ്റിക് ആയിട്ടാണ് പാട്ട് തന്നെ ചൂസ് ചെയ്തത്. 4 ഓപ്ഷൻ തന്നിട്ട് ഒടുവിലല്ലേ, ഒടുവിൽ. അപ്പൊ വളരെ നന്ദി. ഇനിയും വിളിക്കണം കൂട്ടിനൊരു പാട്ടിലേക്ക്. അപ്പൊ നമുക്ക് കേൾക്കാം പാട്ട്.
അല്ലെ? അവസാനം പറഞ്ഞു പിന്നെ മാഡത്തിന് ഇഷ്ടമുള്ളതും പാടാം. പൂന്തേനരുവി ഒന്ന് ട്രൈ ചെയ്യാം. വെരി ഗുഡ്. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി. എന്തായാലും അത് ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ശാരീരിക അസ്വസ്ഥതയൊക്കെ ആയിട്ടിരുന്നാണ് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടാവണം അല്ലേ? അപ്പോൾ നമ്മൾ കോളേജിലെ വിശേഷങ്ങൾ, പാട്ട് വിശേഷങ്ങൾ, വീട്ടിലാരൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോത്സാഹനത്തിന് ചുറ്റിനുള്ളത്? ആരൊക്കെയാണ്? വീട്ടിൽ അമ്മ തന്നെയാണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അച്ഛനിപ്പോൾ ഇല്ല, മരിച്ചുപോയി. പിന്നെ ഹസ്ബൻഡ് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ 2-3 മ്യൂസിക് ക്ലബ്സിൽ മെമ്പറാണ്. അപ്പം ആക്ച്വലി മധുരിമ എന്ന് പറഞ്ഞ മ്യൂസിക് ക്ലബ്ബുണ്ട്. അപ്പം അതിൽ ഒരു 10-22 വർഷമായിട്ട് എല്ലാ മാസവും പാടുന്നുണ്ട്. പിന്നെ സ്വരരാഗ ഗംഗ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെ ആ സ്വരരാഗ ഗംഗ എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് കൂട്ടായ്മയാണ്. അപ്പോൾ അവർക്ക് ഒരു ചാനൽ അവർ തുടങ്ങി, യൂട്യൂബ് ചാനൽ. അങ്ങനെയാണ് ഞാൻ പാടി പാടി എനിക്ക് സ്വന്തമായിട്ടൊരു ചാനലൊക്കെ തുടങ്ങുന്ന ഐഡിയ നല്ലൊരു ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ബേസ് ഉണ്ട്. പാടിയ പാട്ടുകൾ കൂടുതലും അങ്ങനെയുമായിരുന്നു അല്ലേ? എപ്പോഴെങ്കിലും ഈ വെസ്റ്റേൺ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുവോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക് പല ജോണേഴ്സും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എനിക്ക് വേണ്ടി എനിക്കൊരു ക്യൂരിയോസിറ്റി, വെസ്റ്റേൺ അങ്ങനെ വല്ല ട്രൈ ചെയ്താലോ? വെസ്റ്റേൺ ഒരു ഇംഗ്ലീഷ് സോങ് ജസ്റ്റ് കാർപെന്റേഴ്സിന്റെ ടോപ്പ് ഓഫ് ദി വേൾഡ്. Such a feeling's coming over me. There is wonder in most everything I see. Not a cloud in the sky, got the sun in my eyes, and I won't be surprised if it's a dream. Everything I want the world to be, it's not coming true, especially for me. And the reason is clear, it's because you are here. You're the nearest thing to heaven that I've seen. I'm on the top of the world looking down on creation, and the only explanation I can find, it's the love that I found ever since you've been around. Your love's put me at the top of the world. I'm on the top of the world looking down on creation, and the only explanation I can find, it's the love that I found ever since you've been around. Your love's put me at the top of the world. Your love's put me at the top of the world. എന്തായാലും ഇത് കേട്ടപ്പോഴേ എന്തായാലും എനിക്കിതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഈ പഴയ നാടകഗാനങ്ങളോ അങ്ങനെയൊക്കെ പാടി നോക്കാറുണ്ട്. എനിക്ക് ഈ ശബ്ദത്തിൽ ഇപ്പോൾ പല കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ട്. നാടകം പാടാം പാടാം പാടാം. ചക്കരപ്പന്തലിൽ പാടാം. ശരി. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവെള്ളം തുഴയാൻ, കരളിലൊരുങ്ങും കതിർ കാണാ കിളി കാത്തിരിപ്പൂ നിന്നെ, കാത്തിരിപ്പൂ നിന്നെ. ചക്കരപ്പന്ത
മഴച്ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻ മഴച്ചൊരിയും ചക്രവർത്തി കുമാരാ. ടീച്ചർ റിയലി ഇതുവരെയും വെറുതെ പറയരുതല്ലോ, ശരിക്കും തേന്മഴ പൊഴിയായിരുന്നു. പല ടൈപ്പും ഞാൻ ശ്രമിച്ചു നോക്കി എങ്ങനെയുണ്ട് ഈ ശബ്ദത്തിൽ കേൾക്കാൻ. അപ്പോൾ എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തി. എല്ലാ ടൈപ്പും എനിക്ക് വഴങ്ങും എൻ്റെ ശബ്ദത്തിൽ നിന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാകും. അപ്പോൾ ടീച്ചറിൻ്റെ ഈ ഒരു പ്രൊഫഷനോടൊപ്പം തന്നെ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ഈ മ്യൂസിക്കിനെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടല്ലോ, ആ വഴി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാകട്ടെ. ടീച്ചർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ ഈ മ്യൂസിക്കിൻ്റെ വഴിയിലാകട്ടെ. കുട്ടികൾക്ക് ഇത്രയും ഇന്നോവേറ്റീവായിട്ട് അവരോടൊപ്പം നിൽക്കാൻ ഒരു കട്ടയ്ക്ക് ഒരു ടീച്ചറെ കിട്ടിയതിൽ അവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. അവരോടും ടീച്ചറിൻ്റെ ഒരു എൻറ്റയർ സിസ്റ്റം, ടീച്ചറിൻ്റെ കൂടെയുള്ള മുഴുവൻ പേരോടും ഞങ്ങളുടെയും സ്നേഹവും നന്ദിയെ അറിയിക്കുക. ടീച്ചറിൻ്റെ ഭാവിയിൽ എല്ലാ പ്രോജക്ട്സിനും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് കൂട്ടിയൊരു പാട്ടിൻ്റെ ഞങ്ങളുടെ എൻറ്റയർ ടീം വിഷ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ പാട്ടിലേക്ക് പോയാലോ? അപ്പോൾ അവസാന കാര്യം दुनिया ने हमको दिया क्या, दुनिया से हमने लिया क्या, हम सबकी परवाह करे क्यों, सबने हमारा किया क्या. दुनिया ने हमको दिया क्या, दुनिया से हमने लिया क्या, हम सबकी परवाह करे क्यों, सबने हमारा किया क्या. दम मरो दम, मिट जाए गम, बोलो सुबह शाम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम. चाहे जिएंगे मरेंगे, हम ना किसी से डरेंगे, हमको ना रोके ज़माना, जो चाहेंगे हम करेंगे. चाहे जिएंगे मरेंगे, हम ना किसी से डरेंगे, हमको ना रोके ज़माना, जो चाहेंगे हम करेंगे. दम मरो दम, मिट जाए गम, बोलो सुबह शाम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम. എന്തായാലും പാർവതി ടീച്ചർ അവസാനത്തെ ഗാനവും പാടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു അതിഥിയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.